ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്ത് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. PWD റോഡുമായിട്ട് ഫ്രണ്ടേജുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. പാമ്പാടി പാറാമറ്റം റോഡിൻ്റെ മുൻവശം റോഡുമായിട്ട് വളരെ ഫ്രണ്ടേജുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. വീട് കുറച്ച് പഴയതാണെങ്കിലും താമസമില്ലാതെ കിടക്കുന്നതിൻ്റെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. 1 ഏക്കർ 44 സെൻറ്റാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. 3500 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വീടാണ്. 4 ബെഡ്റൂമുകളുണ്ട്. 3 ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ബാത്റൂമുമായിട്ടുള്ളത്. ബേസ്മെൻറ്റിൽ വാടകയ്ക്ക് കൊടുക്കാനുള്ള പർപ്പസിൽ ചെയ്തേക്കുന്നതുകൊണ്ട് ആ ഒരു സ്ക്വയർ ഫീറ്റും കൂടെ കണക്കാക്കിയാണ് 3500 സ്ക്വയർ ഫീറ്റ് വന്നിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് ഇതിൻ്റെ മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിലൂടെ നമുക്ക് മുൻപോട്ട് ആദ്യം കയറിപ്പോകാം. ഇറങ്ങി വരുന്നത് നമുക്ക് ബേസ്മെൻറ്റ് വഴി നമുക്ക് ഇറങ്ങിപ്പോകാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, പാമ്പാടി ടൗണുമായിട്ട് വളരെ അടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 2.4 കിലോമീറ്റർ മാത്രമാണ് പാമ്പാടി ടൗണിലോട്ടുള്ള ദൂരം. ഇതാണ് നമ്മുടെ ആ വീടിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളുമൊക്കെ. ഫ്രണ്ട് വശമൊക്കെ നല്ല കരിങ്കല്ലൊക്കെ ഉപയോഗിച്ച് ബേസ്മെൻറ്റിൽ നിന്നുള്ള ആ കെട്ടൊക്കെ കെട്ടി മുകളിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസിലേക്ക് കയറാനുള്ള ആ ഒരു സ്റ്റെപ്പെന്ന് പറയുന്നത്. 8 കിലോമീറ്റർ മാത്രമാണ് മണർകാട് ജംഗ്ഷനിലോട്ടും അതുപോലെ മണർകാട് പള്ളിയിലോട്ടുള്ള ദൂരം. സ്റ്റെപ്പുകളൊക്കെ നന്നായി തന്നെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് ഗ്രാനൈറ്റൊക്കെ പതിച്ച നല്ല സ്റ്റെപ്പുകളാണ്. കയറി വരുമ്പം തന്നെ നല്ല ടൈൽ വിരിച്ച ഒരു സിറ്റൗട്ടും കാണാം. കാർ പോർച്ചാണ് നമ്മുടെ ഈ സിറ്റൗട്ടിൻ്റെ താഴെയായിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നമ്മുടെ ആ ഏരിയ മൊത്തം ഒന്ന് കാണുവാനായിട്ട് കഴിയും. കയറി വരുന്നത് നേരെ നമ്മുടെ കാർ പോർച്ചിലെ സിറ്റൗട്ടിലേക്കാണ്. അതുപോലെ കോട്ടയം ടൗണിലേക്കും 11 കിലോമീറ്റർ സംതിങ് മാത്രമേ ദൂരമുള്ളൂ. ഇവിടെ ഒരു ബാൽക്കണി നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീടിൻ്റെ ബാക്ക് വശവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി നിലനിൽക്കുന്നതെല്ലാം നമുക്കിവിടെ നിന്ന് ഫുൾ ഏരിയ നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. ഈ പ്രോപ്പർട്ടി നിലവിൽ ഞാൻ പറഞ്ഞല്ലോ 1 ഏക്കർ 44 സെൻറ്റാണ്. ഇതിൻ്റെ നേരെ പകുതിയായിട്ട് സ്ഥലവും പകുതി പ്രോപ്പർട്ടിയും വീടുമായിട്ടും കൊടുക്കും. എല്ലാത്തിനും നമുക്ക് ഈ പകുതി വീടിൻ്റെ ഏകദേശം ഭാഗം നമുക്ക് റോഡുമായിട്ട് ഫ്രണ്ടേജ് ഉണ്ട്. അതുകൊണ്ട് നേരെ പകുതിയായിട്ട് സ്ഥലവും കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട്. ഏകദേശം 70 സെൻറ്റ് സ്ഥലവും വീടുമായിട്ടും 70 സെൻറ്റ് സ്ഥലമായിട്ടും കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഓണർക്ക് താല്പര്യമുണ്ട്. നമ്മളിത് ആ ലിവിങ് റൂമിലേക്ക് കടന്നിരിക്കുകയാണ്. കയറി വന്നപ്പോൾ കറണ്ടിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ താമസം ഇല്ലാതെ കുറച്ച് ദിവസമായിട്ടിരിക്കുന്ന വീടാണ്. അതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് നമുക്ക്. ഇതിൻ്റെ ഓണേഴ്സൊക്കെ പുറം രാജ്യങ്ങളിലാണ്. നമ്മുടെ ലിവിങ് ഏരിയ കണ്ടല്ലോ. അവർ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. ബാക്കി സമയങ്ങളിൽ വീട് ലോക്ക് ചെയ്താണ് ഇടുന്നത്. വീടിൻ്റെ ലിവിങ് ഏരിയ വളരെ മനോഹരമായി തന്നെ സജ്ജീകരിച്ച ഒരു ലിവിങ് ഏരിയ തന്നെയാണ്. ഇവിടെ നേരെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ചില റൂമുകളിലൊന്നും ലൈറ്റില്ല, ചില റൂമുകൾ ലോക്കും ചെയ്തേക്കുന്നതുകൊണ്ട് എല്ലാ റൂമുകളും കാണാൻ പറ്റത്തില്ല. ഈ ഒരു ഫ്ലോറിൽ 3 ബെഡ്റൂമാണുള്ളത്. നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ കയറി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിൽ താഴോട്ട് ബേസ്മെൻറ്റിലോട്ടുള്ള ഒരു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കിച്ചണിനും അവിടെ നിന്നാണ് കയറി വരുന്നത്. ഇതാണ് നല്ല വിശാലമായൊരു കിച്ചണാണ്. കബോർഡ് വർക്കുകളൊക്കെ മുകളിലത്തെയൊക്കെ അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട്, താഴെയും ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഗ്ലാസ്സുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. എന്നാലും മെയിൻ്റനൻസിൻ്റെയൊക്കെ ഒരു ഇത് എന്താ പറയുന്നത്, താമസിക്കാൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു ചെറിയ കുറവുകളൊക്കെ ഞാൻ പറഞ്ഞത് ഉണ്ടെന്ന്. നല്ല വെളിച്ചം കടന്നു വരുന്ന, ഞാൻ പറഞ്ഞത് ആ മുറിയിൽ വെളിച്ചം വളരെ കുറവായിരുന്നു. ഇപ്പോഴാണ് ലൈറ്റ് വീണ്ടും വന്നത്. ഒരു കുക്കിംഗ് റേഞ്ചും എല്ലാം ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അടുക്കളയിൽ നേരെ ബെഡ്റൂമിലേക്ക് പോകാം. അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നല്ല വിശാലമായ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്.
ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇതിനകത്ത് ലൈറ്റ് ബൾബ് കത്തുന്നില്ലായിരുന്നു, ഇടയ്ക്ക് മിന്നി കത്തുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കും പോകാം. ഇതിനോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും അതോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു ബെഡ്റൂമാണ്. ഇതിനകത്തും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം നല്ല വലിയ വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് എല്ലാം തന്നെ. അതിന് ഷവറിനുള്ള പ്രത്യേക സ്പേസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് കാണാനായിട്ട്. പഴയ ക്ലോസറ്റും ഒക്കെയാണ്. എടുക്കുന്നവർക്ക് അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു വീടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അടഞ്ഞു കിടക്കുന്ന ബെഡ്റൂം. നമ്മുടെ അടുക്കളയുടെ പുറവശമാണ്. ഇതിൻ്റെ ബാക്കിലോട്ടും ആ റബ്ബർ നിൽക്കുന്ന ആ ഏരിയ മൊത്തം ഈ ഒരു ഏക്കറിനകത്ത് വരുന്നതാണ്. അവിടെ ചെറിയൊരു ഔട്ട് ഹൗസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പുറവശമൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. മരങ്ങളും ചെടികളും ഒക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്. താഴെയായിട്ട് കിണറുമുണ്ട്. നമുക്ക് ജലലഭ്യതയുള്ള സ്ഥലം തന്നെയാണ്. യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വെള്ളത്തിനും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് താഴത്തെ ബേസ്മെൻറ്റിലേക്ക് ഇനി നമുക്ക് പോകാം. അപ്പോൾ ഈ ഏരിയ നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് മെയിൻ ഏരിയ എന്ന് പറയുന്നത്, താമസിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ വാടകക്കാരെ വേണ്ടി നമുക്ക് വേണ്ടി തന്നെയായിരുന്നു, ഈ വീടിൻ്റെ ഉടമകൾക്ക് തന്നെയാണ്. പക്ഷേ അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് താഴത്തെ ഭാഗം വാടകയ്ക്ക് കൊടുക്കാനുള്ള പർപ്പസിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് താഴെ ഇച്ചിരി കുറവാണ്, എങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇതാണ് നമ്മുടെ താഴത്തെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. താഴത്തെ ബേസ്മെൻറ്റിലെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇറങ്ങി വരുമ്പോൾ തന്നെ വിശാലമായ ഹോളാണ്. അത് കഴിഞ്ഞത് ഇതാണ് ഒരു ബെഡ്റൂം. ഇതിനകത്ത് അതിന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പുതിയ മോഡലിൽ തന്നെയുള്ള ടൈലുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ബേസ്മെൻറ്റിലെ ബെഡ്റൂം എന്ന് പറയാൻ. ഒരു ബെഡ്റൂമായിട്ടേ ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഒരു വലിയ വിശാലമായ ഒരു ഹോളായിട്ടാണ് കിടക്കുന്നത്. വലിയൊരു ഹോള്. അത് ഒരു അലമാര അല്ലെങ്കിൽ ഒരു ഇത് വെച്ചിട്ട് കബോർഡ് വെച്ചിട്ട് ഇതിനകത്തും ഒരു ബാത്റൂം, കോമൺ ബാത്റൂമായിട്ട് തന്നെ ഇതിനകത്തുമുണ്ട്. ഇത് ലിവിങ് ഏരിയ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. നല്ല വിശാലമായ ഒരു കിച്ചൺ തന്നെ അവിടെ വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. അപ്പം നമ്മൾ കിച്ചണിൽ നിന്ന് വേണം ഈ താഴത്തെ ബേസ്മെൻറ്റിൽ നിന്നുള്ള പുറത്തോട്ട് ഇറങ്ങുന്ന വഴി. അവിടെ ഒരു പൈപ്പും ടാപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് വിശാലമായ ഒരു മിറ്റവും ചെടികളും ഒക്കെ നിൽക്കുന്നത് കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് മൊത്തം ക്ലീൻ ചെയ്തിട്ടതാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അങ്ങനെ മൊത്തം വീണ്ടും കാട് കയറിയതാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ പോരുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയെപ്പറ്റി പറയുകയാണെങ്കിൽ സ്കൂളും പള്ളികൾ, ഓർത്തഡോക്സ് പള്ളി, യാക്കോബ് പള്ളി, അതുപോലെ മറ്റ് ഇതര സഭകളുടെ ആരാധനാലയങ്ങൾ, അമ്പലങ്ങൾ, പിന്നെ അതുപോലെ RIT രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും, അതുപോലെ പാമ്പാടിയെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ടൗണുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിൽ കൊടുക്കും. ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഇതിൻ്റെ നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ തീർച്ചയായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.